15 വയസ്സിൽ തുടങ്ങിയത് എൻ്റെ കഷ്ടപ്പാട്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞായില്ലേ? ഇല്ല, ഇപ്പം എനിക്ക് പേടിയൊന്നുമില്ല. സത്യത്തിൽ എല്ലാവരും ഉണ്ടെന്ന് ആരും ഇല്ലാത്ത പോലെ ആയിരുന്നു എനിക്ക്. ഇപ്പോൾ ധൈര്യ. ഇല്ല ഇല്ല, പകലൊന്നും ഇവിടെ ഉണ്ടാവില്ല. ആ ചോദിച്ചാൽ എന്തെങ്കിലും കറക്റ്റായിട്ട് പറഞ്ഞാലല്ലേ. ഓ, ജോലിക്ക് പോകാൻ പൊതുവെ ഇഷ്ടമൊന്നുമല്ല. എന്നെ പേടിച്ചിനിപ്പോൾ വഴക്കിടണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് പോണ പോലെയൊക്കെ അഭിനയിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ ഇനിയിപ്പോൾ ഒന്നും പറയാറുമില്ല, നന്നാവില്ല. ചായ ചോദിച്ചിട്ട് കുറേ സമയമായി. ചായ കിട്ടുമോ? അതെ, അത് തന്നെ. എന്താ? അല്ല, കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഇവിടുത്തെ രീതികളും കാര്യങ്ങൾക്കൊക്കെ ചെറിയൊരു മാറ്റം വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് മാറ്റം? എന്ത് മാറ്റം ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം. എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് പറ. നിനക്കൊരു മാറ്റമില്ല? സാധാരണ ഈ ചായ എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരാറ്? ഞാൻ ഇറങ്ങാൻ നേരത്ത് നീ ചായ ആയിട്ട് വന്ന് നിൽക്കാറില്ലേ? അവിടെ ചായ ഇരിപ്പുണ്ടായാലും നിങ്ങൾക്ക് വന്ന് കുടിക്കായിരുന്നില്ലേ? ഓ, അങ്ങനെയാണല്ലോ ഇവിടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഞാൻ അവിടെ വന്ന് ഞാൻ ചായ എടുത്ത് കുടിക്കലാണ് അല്ലേ? എപ്പോഴും നടക്കണ പോലെയൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. എനിക്ക് കാര്യം എന്താണെന്ന് എനിക്കറിയണം, അതാ ഞാൻ ചോദിക്കണം. എന്ത് കാര്യം? അല്ല, നിനക്ക് എന്താണ് ഇപ്പൊ പെട്ടെന്ന് ഈ രീതിയിലൊക്കെ ഒരു മാറ്റം സംഭവിച്ചേക്കുന്നത്? ഞാൻ പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് തോന്നണേ ഞാൻ എന്ത് ചെയ്യാനാ? തങ്കവിടെ എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. എന്താ? നിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നോട് പറയും. നീ വെറുതെ ഇങ്ങനെ അത് ഇത് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള പെരുമാറ്റം അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറ. അപ്പം എനിക്ക് എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ ഗണിച്ചെടുക്കാനായിട്ട് എനിക്ക് കണിയാൻ്റെ പണിയൊന്നുമില്ല. പിന്നെ എൻ്റെ ഉള്ളിൽ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് അതേ നിൽക്കണം. ഓ, ഞാനില്ലാതായി കഴിയുമ്പോൾ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുമായിരിക്കും അല്ലേ? നിങ്ങൾക്കിന്ന് പോകണ്ടേ? കുറേ നേരമല്ല എന്നോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാനും പോയിട്ട് നടക്കെന്താണ് അത്യാവശ്യം? ഞാൻ ചിലപ്പോൾ പോയില്ലെന്ന് വരും, പോയിന്നും വരും. ഈ ഷർട്ടൊക്കെ ഇങ്ങനെ മുടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പാടാട്ടോ കഴുകാൻ. തങ്ക ഇങ്ങോട്ട് വന്നേ, ഇവിടെ വന്നേ തങ്കം. എന്താ? അതെ, എന്താ? എനിക്കിത് ഇങ്ങനെ ഒരുപാട് സഹിക്കാനൊന്നും പറ്റില്ല. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് പറയണം. എനിക്കൊരു പ്രശ്നമില്ല. എന്ത് പ്രശ്നം? എനിക്ക് എന്റെ പ്രശ്നം. നീ കൊച്ചിനോടുള്ള പെരുമാറ്റം പോലും തന്നെ അത് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണേ. അതെന്റെ കൊച്ചാ, ഞാൻ പ്രസവിച്ച കൊച്ചാ. എനിക്കറിയാം അതിനെ എങ്ങനെ സ്നേഹിക്കണമെന്നും എങ്ങനെ പെരുമാറണമെന്ന്. നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. എന്റെ കൊച്ച്, ഞാൻ ഇതൊന്നും ഇവിടെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഞാൻ കുറേ ദിവസമായി ശ്രദ്ധിക്കണുണ്ട്. നിങ്ങളിവിടെ കേസ് കൊടുക്കുന്ന എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. നീ ഇവിടെ വന്നേ. നന്ദ എങ്ങും പോയില്ലേ? പോണം. പോണോളിയാ. എന്താ ഒരു വൈക്ലഭ്യം? ഒന്നുമില്ല. ഒന്നുമില്ല. എന്താ നിനക്കൊരു ഇരിപ്പുറക്കായിക? പൈസക്കാണെങ്കിൽ എന്നോട് ചോദിക്കേണ്ട, എൻ്റെ കയ്യിലില്ല, ഞാൻ തരില്ല. ഞാനിപ്പം അതിനൊന്നും അല്ലളിയാ വന്നേ. ഇനി ഗൗരവമുള്ളൊരു വിഷയം സംസാരിക്കാൻ. പിന്നെന്താ, നീ അല്ലെങ്കിലും ഗൗരവമായിട്ടല്ലേ പറയാറുള്ളൂ, തമാശ പറയാറില്ലല്ലോ. അല്ലെ, തമാശകളായി. അതെ, ഞാനിപ്പോൾ സീരിയസ് ആയിട്ടൊരു കാര്യം എനിക്ക് അളിയനോട് സംസാരിക്കണം. എന്നാൽ അതെങ്കിലും മൊഴിയടോ. ഒരു സഹോദരിയുടെ പരാതി സഹോദരനോട് പറയണമെന്ന് അളിയൻ കരുതണ്ട. ഒരു സുഹൃത്തിൻ്റെ വിഷമം അത് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. എന്താ കാര്യം? അതെ, സംഘത്തിൻ്റെ പോക്ക് ഈയിടെയായിട്ട് അത്ര എനിക്കെന്തോ ഒരു സുഖക്കുറവുണ്ട്. എന്ത് സുഖക്കുറവ്?
അവളുടെ പെരുമാറ്റവും രീതിയൊക്കെ എന്താ പറയാ, നീ തങ്കത്തിന്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കാലത്രയായി? അതുകൊണ്ടാണ് എനിക്കത് തോന്നി തുടങ്ങിയത്. ആ പിന്നെ തങ്കപ്പ് എങ്ങനെ ഇതുവരെ ഇല്ലാത്ത മാറ്റം. തങ്കപ്പ് എങ്ങനെ പെരുമാറുന്നു നീ പറയണേ? 24 മണിക്കൂറും ഫോണിലാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാറില്ല. കൊച്ചിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധയില്ല. എൻ്റെ തുണികൾ അലക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയില്ല. ക്ലീറ്റസേ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വരരുത് കേട്ടാ. നിന്റെ എല്ലാ പോക്കൃത്തരങ്ങളും ഞാൻ സഹിക്കാം, പക്ഷെ ഈ വക തോന്നിയ ദിവസം പറഞ്ഞിട്ട് നീ എൻ്റെ അടുത്ത് വരരുത്. അളിയാ, നീ എൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം. എന്താ നിന്റെ ഭാഗത്ത് ചിന്തിക്കാനുള്ള എൻ്റെ അവസ്ഥ നിനക്കറിയില്ല. ഞാൻ ഇത്രയും നാൾ കണ്ട ഒരു തങ്കമല്ലേ ഇപ്പം എൻ്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയണേ. അതിനെന്താ കാരണം? എന്താ ഇതിന് കാരണം? നിന്റെ പോക്ക്, നീ ശരിയല്ല. നീ നന്നായിരുന്നെങ്കിൽ അവളിങ്ങനെ ചെയ്യൂല. നീ എഴുതാപ്പുറം വായിക്കരുത്. എടേ, വീട്ടിൽ ആണുങ്ങളായിട്ട് നിൽക്കണം. നീ ഈ മറ്റേ ഒരു തൊഴിലുമില്ല, ഒരു പരിപാടി ഇല്ലാണ്ട് വെറുതെ തോന്നിയ പോലെ നടക്കുന്ന തന്നെ. അളിയാ, അതിപ്പോ ഇത് എത്ര കാലം സഹിക്കും ഒരാള്? ഇത് അതല്ല അളിയാ, ഇത് അതിലപ്പുറം എന്തൊക്കെയോ ഉണ്ട്. നിങ്ങളൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ വീട്ടിൽ വന്ന് നിന്ന് നോക്കുക, അപ്പോൾ അറിയാൻ പറ്റും. അപ്പം ഞാനത് ആദ്യമേ നിന്നോട് പറഞ്ഞത്. തങ്ങളുടെ കുറ്റം പറയാൻ വന്നതല്ല ഞാൻ. നീ എൻ്റെ ഒരു സുഹൃത്താണ്. അതുകൊണ്ട് നിന്നോട് ഞാൻ എൻ്റെ ഒരു വിഷമം പറയാൻ വന്നു, അത്രേ ഉള്ളൂ. എന്താ എന്താടാ? എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം? ക്ലീറ്റസുമായിട്ട് എന്താ പ്രശ്നം? ക്ലീറ്റായിട്ട് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. ആര് പറഞ്ഞു? ക്ലീറ്റായിട്ട് പ്രശ്നമൊന്നുമില്ല. കാര്യം പറ എന്താന്ന്? എന്തൊരു കാര്യമില്ല. അവൻ എൻ്റെ അടുത്തൊന്ന് പരാതി പറഞ്ഞല്ലോ. എന്തിന്? നീ എന്താ ഭയങ്കര പെരുമാറ്റത്തിലൊക്കെ ഭയങ്കര മാറ്റമുണ്ട്. എനിക്കറിയില്ല. അങ്ങനെ എന്താണെന്ന് ചോദിക്കായിരുന്നില്ലേ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ? എനിക്കറിയില്ല. ഞാൻ സാധാരണ പോലെ പെരുമാറുന്നത്. എനിക്ക് പണിയുണ്ട്. പണിയൊക്കെ എടുക്കാൻ എവിടെ ഇനി? എന്ത് പറയാനാ? എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയാനാ? നിങ്ങളെല്ലാവരും ഓരോന്ന് മനസ്സിൽ വെച്ച് വർത്താനം പറയണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും. അല്ലാതെ സാധാരണ പരാതിക്കാരി. എനിക്ക് പരാതിയില്ല. എൻ്റെ പരാതി എല്ലാം തീർന്നു. അല്ല, അപ്പൊ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു തങ്കത്തിന്റെ പെരുമാറ്റത്തിലൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാളിയ. നീ ഒന്ന് സംസാരിക്കുക. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ എന്ത് ചോദിച്ചിട്ട് അവളൊന്നും പറയുന്നില്ല. അപ്പൊ അതൊന്ന് ചോദിക്കുന്നത് എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് ചോദിക്കണ്ടേ? ചോദിച്ചോ. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് പറ. എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ വെറുതെ വായുന്ന് എടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ നിങ്ങൾക്ക്? അല്ലടി, അവന്റെ പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ അവിടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ചായയൊക്കെ കുടിച്ചു, ചമ്മന്തി ചായ ഉണ്ടാക്കി കൊടുത്ത്, എന്നിട്ട് അവിടെ കുറേ നേരം അമ്മയുടെ ഒക്കെ വർത്താനം പറഞ്ഞിട്ടാണ് പോയത്. അതുപോലെ കച്ചവടത്തിന് പോകുന്നുണ്ട്. 2-3 കച്ചവടം ശരിയായി. എന്നിട്ട് പൈസ എനിക്ക് 2000 രൂപ തരാണ്ടായിരുന്നു. ആ പൈസ എനിക്ക് തന്നു. ബാക്കി പൈസ തങ്കത്തിൻ്റെ അടുത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞു പോകുന്നത്. ആരുടെയും പൈസയും വേണ്ട, ഒന്നും വേണ്ട. ഞാനിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കാം. എനിക്ക് ഈ ജീവിതം മതി. ഇതിന് സന്തോഷം എന്ന് പറയില്ലല്ലോ. ആര് പറഞ്ഞു? നിങ്ങളൊന്നും കാണാത്ത സന്തോഷം എനിക്ക് ഇതിനകത്തുണ്ട്. അത് എന്താന്നാ ഈ ചോദിക്കണത്? എന്തെന്ന്? ഇപ്പം ഞാൻ നിന്റെ വീട്ടിലൊരു കാര്യത്തിനെ ശല്യപ്പെടുത്താൻ വരണില്ലല്ലോ. കടം ചോദിക്കണില്ല, അത് വേണം ഇത് വേണമെന്ന് പറയണില്ല. അതെ, ഞാനിവിടെ എൻ്റെ ജോലികളായിട്ട് എൻ്റെ സന്തോഷങ്ങളായിട്ട് ഇവിടെ ഒതുങ്ങിക്കൂടാ. എനിക്കതാ ഇഷ്ടം. അതിനിപ്പോൾ മാറ്റങ്ങളാണെന്ന് പറയണ്ട. ഒരു ഇഷ്ടം കണ്ടെത്തി ഞാൻ അങ്ങനെ ജീവിക്കണു. അതിലെന്താ തെറ്റ്? അപ്പൊ ക്ലീറ്റസ് നന്നാവാനും നീ സമ്മതിക്കില്ല എന്നർത്ഥം അല്ലേ? ഇനി എനിക്ക് ദേഷ്യം വരൂട്ടോ. അങ്ങനെ ഞാൻ ആരുടെ നന്നാവലിനോ ചീത്താവലിനോ ഒന്നിനും കാരണക്കാരിയാവാൻ താല്പര്യമില്ല. നീ ഇപ്പോൾ ചോദ്യം ചെയ്യാനാ വന്നെങ്കിൽ എനിക്ക് അതിന് ഇരുന്ന് തരാനുള്ള സമയവുമില്ല. എന്നെ ഈ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ വന്ന് ഒരു കാര്യമില്ലാതെ എന്ത് ചോദ്യം ചെയ്യണ ഇത് കാര്യത്തിന്? അവൻ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ നീ എൻ്റെ പെങ്ങളല്ലേ?
അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പെങ്ങളാണെങ്കിൽ ഒരു കാര്യത്തിലും അങ്ങനെ പരിധി കൂടുതലൊന്നും പെരുമാറുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്ത് പരിധി കൂടുതൽ? എന്താ പരിധി വിട്ട് ഞാൻ നിന്നോട് ചോദിച്ചത്? എന്താ പ്രശ്നം? നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നവർ എന്താ കുഴപ്പമെന്ന്? ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിനക്ക് പ്രശ്നമില്ല നീ പറയുന്നുണ്ടെങ്കിലും അവന് പ്രശ്നമുണ്ട്, എനിക്കും പ്രശ്നമുണ്ട്. അപ്പോഴോ നിനക്ക് എന്താ പ്രശ്നം? നീ ഒരാഴ്ചയായിട്ട് നിന്നെ ആ വഴിക്ക് കാണാനില്ലല്ലോ. അതന്നല്ലേ പറഞ്ഞേ, ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വരണില്ല. എനിക്കിവിടെ വേണ്ട പണിയുണ്ട്, എനിക്ക് എൻ്റെ കാര്യങ്ങളുണ്ട്, അത് നോക്കണ്ടേ? അവിടെ വന്നിരുന്നാൽ മതിയോ? എന്നിട്ടിപ്പോ എങ്ങനെ നിന്നോട് സമാധാനം പറയാന്ന് എനിക്കറിഞ്ഞൂടാ. അറിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കനക നല്ലത്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എനിക്ക് പ്രശ്നമില്ലെന്നേ. എല്ലാരുടെ ജീവിതത്തിലും ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയാൽ പോരെ. അത് നിങ്ങൾക്ക് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതല്ലേ ഞാനീ പറയണേ. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, കഷ്ടപ്പാടും ഇല്ല. ഞാനിത് പരാതിയായിട്ട് പറഞ്ഞതല്ല, നിന്നോട് സത്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സന്തോഷാണ് എനിക്കിപ്പോ. നിന്റെ ഇരിപ്പ് കണ്ട് ഒരിക്കലും സന്തോഷം എന്ന് പറയില്ല. നിങ്ങൾക്ക് തോന്നാത്തതിന് ഞാൻ എനിക്ക് ഇതിൽ കൂടി ഡാൻസ് കളിച്ചിട്ട് നടക്കാൻ പറ്റുമോ? ആരുടെ ശല്യം ഇല്ല, ഒന്നുമില്ല. നല്ല സുഖമായിട്ട് ജീവിക്കണം ഞാൻ. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ശല്യപ്പെടുത്താതിരുന്നാൽ മതി. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അല്ലാതെ മറുപടി ഒന്നും പറയുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെയല്ലേ. ഇനിയിപ്പോൾ ഇത് ചോദിക്കാനാണ് വന്നെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. നീ നിന്റെ ഭാര്യയുടെയും നിന്റെ കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ നോക്കിയാൽ മതി. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വർത്താനം തന്നെ നിന്റെ കുഴപ്പം. ഈ സംസാരം തന്നെ നിന്റെ കുഴപ്പം, വേറെ ഒന്നുമല്ല. പിന്നെന്താ പറയാ അറിയോ? തമ്മാടിത്തരം. ആ ഞാൻ തെക്കര മറ്റേ വീരാൻകുട്ടിയാക്കൊന്നും അല്ലല്ലോ. ഞാൻ നിന്റെ ആങ്ങളല്ലേ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് ചോദിക്കണടി. എനിക്ക് പ്രശ്നമില്ലെന്നേ. ക്ലീറ്റോന് പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലീറ്റോനോട് ചോദിക്കണം, എന്നോടല്ല ചോദിക്കേണ്ടത്. നീ എന്നിട്ട് പോയിക്കാൻ എനിക്ക് ദേഷ്യം വന്നിട്ട് കേട്ടോ. എന്തെങ്കിലും ചെയ്തോ? എന്താണ് നന്നാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയണത്. അപ്പോൾ അതിൽ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ വഴിക്ക് പോക്കോളാം. എന്തെങ്കിലും ചെയ്യാൻ എന്നോട് അനുവാദം ചോദിക്കണതിനാ? നിങ്ങളൊക്കെ ചെയ്യണത് എന്നോട് ചോദിച്ചിട്ടാ? എന്തുണ്ടെന്ന് പറയാനേ. ഇല്ലില്ല, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്തോ സംശയം തോന്നിക്കുന്നുണ്ട്. ഇല്ല, എന്നോട് ചോദിച്ചില്ല. എന്നോട് ചോദിക്കാൻ ഇച്ചിരി പേടിയുണ്ട്. അവനോട് പോയി പറഞ്ഞു, ആങ്ങളെന്നോട്. അവനോട് ഒന്ന് ചോദിച്ചു, ഞാൻ സമ്മതിച്ചില്ല. ഇല്ല, സമ്മതിക്കില്ല. എനിക്ക് എൻ്റെ ജീവിതമല്ലേ വലുത്. ഇല്ല. തിരക്കാണോ? എന്നാ പിന്നെ വിളിച്ചാൽ മതി. ഇല്ല, ഞാനിവിടെ തന്നെ ഉണ്ടാവും. രാത്രി ഞാൻ നോക്കട്ടെ, എന്നിട്ട് വിളിക്കാം. ശരി. മോളെ ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട നാരങ്ങ മിഠായി ഉണ്ട്. നാരങ്ങ മിഠായിയൊക്കെ തിന്നേണ്ട പ്രായം കഴിഞ്ഞു പോയില്ലേ? അത് ഇഷ്ടമല്ല എനിക്ക്. അതെ, ഇപ്പൊ ആർക്കാ ഫോൺ ചെയ്തേ? ആർക്ക് ഫോൺ ചെയ്തു? ഞാൻ ആർക്കും ഫോൺ ചെയ്തൊന്നുമില്ല. ഞാനിപ്പോ വന്നപ്പോ നീ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. തോന്നിയതായിരിക്കും. ഞാൻ ആരോടും ഫോണിൽ സംസാരിച്ചില്ല. എന്റെ ഫോൺ എടുത്തേ. എന്തിനാ എൻ്റെ ഫോൺ? ഫോൺ എനിക്ക് നോക്കണം. വേണ്ട, അതെന്റെ ഫോണല്ല. എൻ്റെ ഫോൺ എന്തിനാ നിങ്ങൾ നോക്കണേ? ഞാൻ നിന്റെ ഭർത്താവ് ആയതുകൊണ്ട്. ഞാൻ നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ട് നിങ്ങളുടെ ഫോൺ ചെക്ക് ചെയ്യണ്ടോ? ഇല്ലല്ലോ. എന്റെ ഫോൺ നിനക്ക് എപ്പോ വേണേലും നോക്കാം. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്റെ ഫോൺ ആരും നോക്കുക വേണ്ട. പക്ഷെ എനിക്കിപ്പോ നിന്റെ ഫോൺ നോക്കണം. സമ്മതിക്കില്ല. എന്റെ ഫോൺ ഒരാൾ ചെക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അല്ലാതെ സമ്മതിക്കേണ്ട കാര്യമുണ്ട്. നിന്നോട് ചോദിച്ചപ്പോ നീ ആരുമായിട്ട് സംസാരിച്ചില്ലെന്നല്ലേ? ഞാൻ ആരുമായിട്ട് സംസാരിച്ചില്ല. അപ്പൊ ഞാൻ കേട്ടതോ? നീ ഫോൺ എടുത്തേ. ആ ഫോൺ എടുത്തേ, കളിക്കാൻ ഫോൺ എടുത്തേ. ഡിലീറ്റ് ചെയ്തല്ലേ? എന്തിനാ ഇപ്പൊ കോൾ ഡിലീറ്റ് ചെയ്തേ? ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്തില്ല. ഇതിലിപ്പോ 1 മണിക്കൂർ മുമ്പുള്ള കോളാണ് ഇതിൽ കിടക്കണേ. തങ്കം, സത്യം പറയണം, നീ എന്താണ് എന്നിൽ നിന്ന് വിളിക്കണേ? എനിക്ക് ആരോടൊന്നും വിളിക്കാനുമില്ല, പറയാനുമില്ല.
അതെ അതെ തങ്കം, ഞാൻ നിന്റെ ഭർത്താവാണ്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് നീ കേട്ടേ പറ്റൂ. എന്താ? നിന്റെ ഈ മാറ്റങ്ങളിൽ ഞാൻ നിന്നെ കുറെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. പക്ഷെ അത് എൻ്റെ ഭാഗത്ത് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെയിലും കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി ഞാൻ തിരുത്താൻ തുടങ്ങിയിട്ടുമുണ്ട്. ഞാനിപ്പോൾ പാർട്ടി പരിപാടിക്ക് വല്ലതും പോകണുണ്ടോ? പിന്നെ വെറുതെ വീട്ടിൽ ഇരിക്കണുണ്ടോ? ഇല്ലല്ലോ. അൻസാറിൻ്റെ ആ കാർ കമ്പനിയിൽ പോകുന്നുണ്ട്. അതിന് എനിക്ക് കുഴപ്പമില്ലാത്തൊരു ശമ്പളം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഇന്ന് മോളുടെ ഫീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിട്ടി കാശ് അത് കൊടുത്തിട്ടുണ്ട്. ബാക്കി കാശ് നിൻ്റെ ആ പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. അതെ, ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് നീ എന്തിനാണ് പിന്നെ ഇങ്ങനെ പെരുമാറണേ? എനിക്കതാ അറിയേണ്ടത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് നമുക്ക് രണ്ടാൾക്കേ അറിയാവൂ. അത് മൂന്നാമതൊരാൾ അറിയില്ലെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഇന്നുകൊണ്ട് ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചോളണം. ഇല്ലെങ്കിലുണ്ടല്ലോ കുടുംബം തകരും. അതുകൊണ്ടാണ് പറയണത്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? എന്താ അവസാനിപ്പിക്കാനാ പറഞ്ഞേ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് വേറെ ആരുമായിട്ട് ബന്ധമുണ്ടെന്നല്ലേ? ഒരു കാര്യം അങ്ങ് വൃത്തിയായിട്ട് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സത്യമാണ്. എനിക്ക് വേറൊരാളായിട്ട് ബന്ധമുണ്ട്. അത് അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നീ കാര്യം എന്താന്ന് പറ. വെറുതെ നിന്ന് മോങ്ങിട്ടെന്താ കാര്യമെന്ന്? എന്റെ മുഖത്ത് നോക്കിയിട്ടാണ് അവള് പറഞ്ഞ. എന്നാലും എങ്ങനെ എന്റെ മുഖത്ത് നോക്കി അവൾക്കത് പറയാൻ തോന്നിയെന്നുള്ളതാ. ഇനി അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്. എന്താ പറഞ്ഞതെന്ന് പറയടോ. അവൾക്ക് എന്നെ വേണ്ടത്. വേണ്ടെന്നാ? അവൾക്ക് വേറെ ആരെ കൂടെ ജീവിക്കണോ എന്നവള് പറഞ്ഞ? എന്നവള് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ? നീ ഒന്ന് ചുമ്മാ ഇതിന്റെ അറിയാ. എന്താ അവള് അങ്ങനെയൊക്കെ ചെയ്യൂ? അങ്ങനെ പറഞ്ഞോളേ അവള്. എന്ത് പറഞ്ഞവള്? എന്നെ ഇനി വേണ്ടാന്ന്. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളയാ? ഇനി ഒന്നും പറയണ്ട. അവക്കതാണ് ഇഷ്ടമെങ്കിൽ പോട്ടളിയാ. ഞാൻ തടസ്സം നിൽക്കൂല. എൻ്റെ തക്കളി മോളെയും കൊണ്ട് പപ്പാലേക്ക് പോകോളാം. പക്ഷെ എൻ്റെ മോളെ ഞാൻ വിട്ടു കൊടുക്കൂല. അവളെനിക്ക് വേണം. എടാ, അവള് നിന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. ഇല്ലളിയാ, അല്ലാതെ നിന്നെ വിട്ടിട്ട് അവള് വേറെ ആരെ പ്രേമിക്കാനാണ്? നമുക്കിപ്പോ ഒരുപാട് മാറ്റങ്ങളാളി. അവളുടെ പഴയ പൊട്ടത്തരവും കണ്ടത്തരവും അതൊന്നും ഇപ്പൊ ഇല്ല. അവൾക്കിപ്പോ ഒരുപാട്. നീ ഇങ്ങനെ മോങ്ങാതെ നിക്ക്. നീ ഒരു ആണല്ലേ, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ചോദിച്ചൂടെ? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവള്. ഞാനിത് എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് പറ. ഞാൻ എന്താ വേണ്ടത്? നിനക്ക് എങ്ങനെയും പറഞ്ഞിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യുക. അതല്ലെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഹലോ ഹലോ, അതെ, ചെറിയ പ്രശ്നമായി. ആ ക്ലീറ്റോ കണ്ടു. എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് പറയേണ്ടി വന്നു. കുറച്ച് വിഷമായിട്ടുണ്ട്. ഇല്ല, ഇറങ്ങിപ്പോയി. ഇപ്പോ അങ്ങ് കഴിഞ്ഞുള്ളൂ. അറിയില്ല. ഞാനെന്നാ എന്താ ഉണ്ടാവണെന്ന് നോക്കിയിട്ട് വിളിച്ചു പറയാം. ശരി. ഇതാരാന്ന് പറഞ്ഞു നീ? പിന്നെ നിനക്കൊരു കൊച്ചൊരു ഭർത്താവുള്ളതാണ്. നീ എന്താ കുടുംബത്തിനെ മാറ്റിക്കാൻ വേണ്ടി നിനക്കെട്ടാണ് ആർക്കും ചെയ്യണം? എനിക്കൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. നീ പറയണമെന്ന്. നീ പറയണത് എന്താ കാര്യം എന്ന് പറ. ഇതാരത്?
ഇതാരാണ് ആളെന്ന് പറയണേ? നിനക്ക് ഈ കൊള്ളണാനെടുത്ത ഇത് കൊള്ളണോ? നീ കൊള്ളണോ? ഇതാരാണെന്ന് ആര്? ഡോക്ടർ. നീ എന്താ വിചാരിച്ചത്? നീ എന്താ വിചാരിച്ചതെന്ന്? നീ അറിയാതെയാ പറയണേ. നീ സത്യം അറിയാതെ നീ തല്ലണ്. എന്ത് സത്യം? നീ ഉദ്ദേശിക്കണ പോലൊന്നും നീ കള്ളത്തരൊന്നും പറയാൻ നിൽക്കണ്ട. നീ കള്ളത്തരം പറയാൻ നിൽക്കണ്ട തങ്കം. നടക്കൂല. നീ വിളിച്ചു നോക്കിക്കോ. ഇവിടെ അത് ഒരു മനഃശാസ്ത്രജ്ഞനാ. ക്ലീറ്റോനെ നമ്മൾ എന്തൊക്കെ തരത്തിൽ നന്നാക്കാൻ നോക്കി. ക്ലീറ്റോ നന്നായോ? അപ്പൊ ഒരു മാസികന്ന് എനിക്ക് മനഃശാസ്ത്രജ്ഞന്റെ നമ്പർ കിട്ടി. അപ്പൊ അയാളെ വിളിച്ചപ്പോ അയാളെ പറഞ്ഞ 2 മാസത്തേക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പെരുമാറി നോക്ക് ശരിയാവുന്നു. അയാള് പറഞ്ഞതിനനുസരിച്ച് ഞാൻ ചെയ്തതാ. നിന്റെ തലയിൽ എന്താണ് തങ്കം? അതിനെന്താ ഇപ്പൊ ക്ലീറ്റോ നന്നായില്ലേ? അവരെ പ്രാന്ത് പിടിച്ചിരുന്നെങ്കിലടി ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? അപ്പൊ നിനക്കത് എന്നോട് പറഞ്ഞതായിരുന്നു കുഴപ്പമെന്ന്. നീ ക്ലീറ്റോന്റെ ടെൻഷൻ കാണുമ്പോ ചെന്ന് സത്യം പറയും. അവനോട് പോയിട്ട് പറ. വേണ്ടടാ, ക്ലീറ്റോ ഇപ്പൊ ശരിയായിട്ടിരിക്കുക. ഇനി അവനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അവൻ വല്ലതും ചെയ്യുന്നു. ഒന്നും ചെയ്യാതെ ഞാൻ നോക്കിക്കോളാം. അതെ, ഞാൻ പറഞ്ഞോളാം, അതാ നല്ലത്. Alien versus Alien.